ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് എ മോർണിംഗ് റുട്ടീൻ. എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. അതും ഒരു ഹോളിഡേ മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് വളരെ നല്ലതാണ്. ഫോർ ഗിവിങ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഇന്നത്തെ ദിവസം ഒരു കാം, ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ രാവിലെ എണീക്കുന്നത്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എൻ്റെ കേർട്ടൻസൊക്കെ നീക്കിയിടുക എന്നുള്ളതാണ്. അതാകുമ്പോൾ നന്നായിട്ട് സൺലൈറ്റ് റൂമിലേക്ക് വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സൺലൈറ്റ് റൂമിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ചെയ്യുന്ന കാര്യമാണത്. അത് നമുക്ക് ഭയങ്കര റിഫ്രഷ്മെൻറ്റും തരും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐറു നീറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐറുവിനെ ജസ്റ്റ് ഒന്ന് പോയി ബെഡിൽ നിന്നൊക്കെ എടുക്കാം. അവൾക്ക് ബെഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ, കാരണം അവൾ സാധാരണ എണീറ്റ് വരാറാണ് പതിവ്. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ. എന്നിട്ട് നമ്മളെ ബെഡൊക്കെ നന്നായിട്ട് വിരിച്ചിടുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ ബെഡ് വിരിച്ചിടാറുണ്ടോ ചോദിച്ചാൽ എണീക്കുമ്പോൾ തന്നെ ഞാൻ ബെഡൊന്നും വിരിച്ചിടാറില്ല കേട്ടോ. സാധാരണ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടാണ് ബെഡൊക്കെ വിരിച്ചിടുന്നത്. ഓഫീസിൽ പോകുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ. ഇന്നിപ്പോൾ ഒരു ഹോളിഡേ ആണ്, നമുക്കെല്ലാം സ്ലോ ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് കേട്ടോ ചെയ്തു പോകുന്നത്. നമ്മൾ എണീറ്റ് വരുമ്പം ബെഡ് നല്ല ക്ലീൻ ആക്കി വിരിച്ചിടുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഭയങ്കര പോസിറ്റിവിറ്റിയാണ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ. ഇന്ന് ഓൾമോസ്റ്റ് 10 മണിയായിട്ടുണ്ട് ഞങ്ങൾ എണീറ്റ് വരുമ്പം തന്നെ. ഇനി നമുക്ക് നേരെ പോയിട്ട് ബ്രഷൊക്കെ ചെയ്യാം കേട്ടോ. ലൈഫ് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പലപ്പോഴും അത് തെറ്റിപ്പോവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രഷ് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ ഫസ്റ്റ് ബ്രഷ് ചെയ്യും, എന്നിട്ട് ഞാൻ വിചാരിച്ചു ഐറുവിനെ ബ്രഷ് ചെയ്യിപ്പിക്കാം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തുനിന്ന് എണീറ്റ് കുറച്ച് വെള്ളം നമ്മുടെ മുഖത്ത് തട്ടുമ്പോഴാണോ ഒന്ന് ഫ്രഷ് അപ്പ് ആവുന്നത് തന്നെ. രാവിലെ ഞാൻ അങ്ങനെ ഫേസ് വാഷസ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ എൻ്റെ ഫേസിൽ, കാരണം നമ്മൾ രാത്രി എല്ലാം ക്ലീൻ ചെയ്തിട്ടാണല്ലോ കിടക്കുന്നത്. പിന്നെ മോയ്സ്ചറൈസർ പോലും രാത്രി അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല രാവിലെ. പിന്നെ ഞാൻ ഐറുവിനെ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ അവൾ തന്നെ ബ്രഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് അവൾ തന്നെ ബ്രഷ് ചെയ്യും. ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്ന ഈ ഒരു ബേബി പേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടി അവളെ ഒരു പരിവാക്കിയിട്ടുണ്ട്. ഇതാകുമ്പം ഇൻ കേസ് കുട്ടികൾ കുറച്ച് ഇറക്കിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഇത് ബേബി പേസ്റ്റാണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോക്സിക്കുകളൊന്നും ഇല്ലാത്തതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കത് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. ആരെങ്കിലും ഒന്നെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ടേ, എന്നാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അവൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തം ബ്രഷ് ചെയ്യാനായിട്ട്. അവൾ അത്യാവശ്യം ബ്രഷും ചെയ്യുന്നുണ്ട്. കുട്ടികളത് പഠിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതാകുമ്പോൾ അവർ ട്രെയിൻഡ് ആവും. ഇപ്പം ഐറു ഒറ്റയ്ക്കാണ് ടോയ്ലറ്റിലൊക്കെ പോകുന്നത്. അങ്ങനത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവളുടെ കിൻഡർ ഗാർഡനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്ന് അമ്മ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നോക്കാൻ വേണ്ടി പോയതാണ്. സ്വതവേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല. ഇപ്പം എൻ്റെ വീട്ടിലെല്ലാവർക്കും ആ ശീലം തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോളിഡേയ്സിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാറില്ല കേട്ടോ. അപ്പം അമ്മ അപ്പോഴത്തേക്കും വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സ്ലോ മോർണിംഗ് ആയതുകൊണ്ട് അമ്മ വരെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഹോളിഡേയും കൂടിയല്ലേ. ഇനി നമുക്ക് നേരെ നമ്മളെ ഹോളത്തെ കേർട്ടൻസൊക്കെ മാറ്റാം. എന്നിട്ട് നമ്മളെ ബാൽക്കണിയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ മോർണിംഗ് ആൻഡ് ഈവനിങ് ബാൽക്കണിയിൽ എന്തായാലും വെള്ളം നനയ്ക്കണം കേട്ടോ. ബാൽക്കണിയിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ് ഈ ഒരു സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 നേരം വെള്ളം നനയ്ക്കാറുണ്ട് കേട്ടോ. ബാൽക്കണിയിൽ കുറച്ചും കൂടി പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു ട്രയലിന് വേണ്ടിയിട്ടാണ് കുറച്ച് പ്ലാന്റ്സ് വെച്ച് നോക്കിയത്, പക്ഷെ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു വൈറ്റ് കളർ ഫ്ലവർ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായി വിടർന്നിരിക്കും കേട്ടോ. പക്ഷേ ഈവനിങ് ആകുമ്പോഴത്തേക്ക് അത് വാടി പോകാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ചൂടുകൊണ്ടായിരിക്കും. ഇനി ഈ ഒരു പ്ലാന്റ് രാവിലെ മാത്രം വിടരുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനുശേഷം ഐറുവിൻ്റെ വകയും കുറച്ച് നനയ്ക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനും അമ്മയും വീട്ടിലേക്കൊക്കെ വീഡിയോ കോൾ ചെയ്യാണ്. ഞാൻ യൂഷ്വലി അങ്ങനെ വീട്ടിലേക്ക് എപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്ന ഒരാളല്ല. ഞാനങ്ങനെ ഫോണിൽ സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുക എന്നല്ലാണ്ട് ഞാൻ വളരെ കുറവ് മാത്രമാണ് ഇങ്ങനെ ഫോണിൽ ഓരോരുത്തരെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ. എപ്പോഴെങ്കിലും മാത്രം അമ്മ വിളിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വീട്ടിലേക്കൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യാറേ ഇല്ല. ഞാൻ എൻ്റെ കണക്ഷൻസ്
ബാലൻസൊക്കെ ഫോണിൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കേട്ടോ. അതെൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയുന്ന സ്വഭാവം കൂടിയാണ്. ഞാൻ പണ്ടൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും ആൾക്കാർക്കായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. ഞാൻ അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ പുറത്ത് ആരോടും സംസാരിക്കില്ല. ആരെങ്കിലും വന്നാൽ ഞാൻ നേരെ റൂമിൽ പോയിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. ഇപ്പം കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും പറയും ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട്, നന്നായി സംസാരിക്കുന്നുണ്ടെന്നൊക്കെ. എന്നാലും അമ്മേനെ പോലൊന്നും ഞാനങ്ങനെ സംസാരിക്കുകയില്ല. അമ്മ ഭയങ്കര ടോക്കറ്റീവ്. അമ്മ എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് മിങ്കിളാവും, എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അതിലിപ്പോഴും കുറച്ച് ബാക്കോട്ടേക്കാണ്. പിന്നെ ഞാൻ മുടിയൊക്കെ നന്നായിട്ടൊന്ന് കെട്ടി, രാവിലെ എണീക്കുമ്പോൾ ഉണ്ടായിരുന്ന മുടി അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ കെട്ടി. പിന്നെ കുറച്ച് പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ഇന്ന് പ്രോൺസിൻ്റെ കറിയാണ് അമ്മ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം. ഇത് ആക്ച്വലി കറിയൊന്നുമില്ല, ഇത് ഗീ ആണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ ഗീയിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ആ ബോട്ടിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം ഫുൾ ഗീം കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോട്ടിലേക്ക് വളരെ കുറച്ച് ഗീ മാത്രം ഒഴിച്ച് വയ്ക്കാറുണ്ട്. എന്നിട്ട് എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ടോ. അത് ലിപ്സ്റ്റിക് ഇട്ട് വന്ന പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അല്ലാണ്ട് തന്നെ ചില ആൾക്കാരെ ലിപ്സ് ഭയങ്കര ഡാർക്കായിരിക്കും, അങ്ങനത്തത് മാറില്ല. പക്ഷേ ഭയങ്കര പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിലിരിക്കുമ്പോഴൊക്കെ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല ഡ്രൈ ചാപ്പിഡ് ലിപ്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറും കേട്ടോ. എനിക്ക് ഏത് ലിപ് ബാമിനെക്കാട്ടും ഇതാണ് വർക്കായിട്ട് തോന്നിയത്. പിന്നെ ഞാനും ഐറും ചായയൊക്കെ എടുത്തു. ഐറിന് പാലാണ് കേട്ടോ. ഞാൻ ചായ എടുത്ത് ബാൽക്കണിയിലേക്ക് പോവാണ് കേട്ടോ. അമ്മ പറഞ്ഞു അവിടെ വന്നിരുന്ന് കുടിക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയിരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഐറു രാത്രി എല്ലാ സാധനങ്ങളും പുറത്തിട്ടിട്ടാണ് കിടക്കുക. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെയും ഉറങ്ങിപ്പോയി. ഒന്നും എടുത്ത് വയ്ക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ അതൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. പിന്നെ ഐറുവിന് ഇങ്ങനത്തെ കുറച്ച് ബുക്സ് കസിൻ തന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവളിപ്പോൾ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം പറയും കേട്ടോ. അവളിങ്ങനെ പിക്ചേഴ്സ് കണ്ടിട്ട് അതെല്ലാം എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബുക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. ആയൊരു നന്നായിട്ട് ഇതൊക്കെ നോക്കി പറയാനൊക്കെ തുടങ്ങി. പിന്നെ കളേഴ്സൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ബുക്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഭയങ്കര രസമായിരിക്കും ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആയൊരുവിന് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനൊക്കെ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതേ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ അടിപൊളിയായിട്ട് അവൾ എല്ലാം വായിച്ചു നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. വായിച്ചു നോക്കുക പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ABCD അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എത്ര ക്ലീൻ ചെയ്താലും ഹോൾ എപ്പോഴും മെസ്സി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. പിന്നെ ഞാൻ അതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാനെല്ലാം അമ്മ ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അതിന് അമ്മേനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അമ്മ മെയിനായിട്ട് എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക, അങ്ങനെ മിക്സിയിൽ എന്തെങ്കിലും അരച്ച് കൊടുക്കാൻ, അങ്ങനത്തെ ചെറിയ ചെറിയ പണികളിലായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം കുറച്ചധികം മടിയാണ്. ഞാൻ അങ്ങനെ കിച്ചണിലൊന്നും കയറുന്നില്ല. പിന്നെ ഞാൻ ഐറുവിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് മാറുമ്പോഴത്തേക്ക് അവൾ അടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് പരത്തിടാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എത്ര എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അവൾക്ക് അത്രയും കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് എടുത്ത് വെക്കുക എന്നുള്ളത് അവളുടെ ജോലിയിൽ പെട്ടതല്ലാത്തതുകൊണ്ട് ഞാനോ അമ്മയൊക്കെയാണ് രാത്രിയൊക്കെയാണ് കേട്ടോ നമ്മളെല്ലാം എടുത്ത് മാറ്റി വയ്ക്കുക. പിറ്റേന്ന് രാവിലെ അതേപോലെ തന്നെ അവൾ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്കിടും. പിന്നെ ഞാൻ നിങ്ങളെ ക്യാമറ ബാഗ് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ. ഇതാണ് എൻ്റെ ക്യാമറ ബാഗ്. ഞാൻ ഒരു ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാലം ആഗ്രഹിച്ചിരുന്നു മേടിച്ച ക്യാമറയാണ് കേട്ടോ അത്. ഈ ക്യാമറേൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുന്നേ ക്യാമറേൻ്റെ ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ബിഗ്നേഴ്സിനൊക്കെ ഭയങ്കര നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. എൻ്റെ അടുത്തുള്ളത് 32 GB മെമ്മറി കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്യും കേട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ കൂടെ ഒരു മൈക്ക് വരുന്നുണ്ട്. ഈ മൈക്കല്ല പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊരു മൈക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ ക്ലീനിങ്ങിൻ്റെ കുറേ ഐറ്റംസൊക്കെ വരുന്നുണ്ട്, ക്യാമറ ക്ലീനിങ്ങിൻ്റെ. പക്ഷേ അതൊന്നും യൂസ് ചെയ്യാറില്ല. എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ. അത് പഠിക്കണം, എന്നിട്ട് ഒരു ദിവസം ക്ലീൻ ചെയ്ത് നോക്കണം എന്നുണ്ട്. പിന്നെ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ക്യാമറ ചാർജ് ചെയ്താനായിട്ട്. എപ്പോഴും മറക്കും കേട്ടോ. ഞാൻ എപ്പോഴും ക്യാമറ
യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒട്ടും ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാമറയൊക്കെ ചാർജ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഈ സാധനമൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു യൂണിവേഴ്സൽ പ്ലഗ് കേട്ടോ. ഇത് നമ്മൾ എവിടെയും ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ. അപ്പോൾ ഇത് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. പിന്നെ ക്യാമറേൻ്റെ ചാർജ് ചെയ്യാനുള്ള മറ്റേ ആ ഒരു സംഭവമാണ്. പിന്നെ ലെൻസ് ഉണ്ട്, ഒറ്റ ലെൻസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതെല്ലാം ഒരൊറ്റ പാക്കേജിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ട്രൈപോഡും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ക്യാമറ ബാഗിലുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ.